ഒരു കുഞ്ഞൻ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ഒരു വിശ്വാസ പ്രസ്ഥാനം അതെങ്ങനെയാണ് ഭൂഖണ്ഡങ്ങൾ താണ്ടി ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചത്. ശരിക്കും അവിശ്വസനീയമായ ഒരു കഥയാണിത്. അപ്പോൾ ദി പെന്തക്കോസ്റ്റൽ മിഷന്റെ ആ യാത്രയുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. ഒരാളുടെ മാത്രം വിശ്വാസത്തിന് എങ്ങനെയാണ് അതിരുകളൊക്കെ കടന്ന് ഇത്രയധികം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നത്? ആ യാത്രയുടെ തുടക്കം എവിടെയായിരുന്നു? നമുക്ക് നോക്കാം. ഏതൊരു വലിയ കഥയും തുടങ്ങുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണല്ലോ, അല്ലേ? അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെയും കഥ തുടങ്ങുന്നത് രാമൻകുട്ടി എന്നൊരു സാധാരണക്കാരനിൽ നിന്നാണ്. പിന്നീട് ലോകം അദ്ദേഹത്തെ പാസ്റ്റർ പോൾ എന്ന് വിളിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം, അതായത് തൃശ്ശൂരിലെ എങ്ങണ്ടിയൂർ എന്ന ചെറിയ ഗ്രാമം, അവിടുത്തെ ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിലാണ് കേട്ടോ രാമൻകുട്ടി ജനിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ആ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളതായിരുന്നില്ല. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ചില വഴിത്തിരിവുകളുണ്ടാവാറില്ലേ? രാമൻകുട്ടിയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ വെച്ചാണ്. അവിടെ വെച്ച് അദ്ദേഹം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് രാമൻകുട്ടി എന്ന വ്യക്തിയുടെയും പിന്നീട് രൂപം കൊണ്ട ഒരു വലിയ പ്രസ്ഥാനത്തിന്റെയും ദിശ തന്നെ അങ്ങ് മാറി. ഒരാളുടെ മനസ്സിൽ കത്തിജ്വലിച്ച ആ ഒരു വിശ്വാസത്തിന്റെ തീപ്പൊരി, അതെങ്ങനെയാണ് ചിട്ടയും ക്രമവുമുള്ള ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു പ്രസ്ഥാനമായി മാറിയത്? ആ വളർച്ചയുടെ ഘട്ടങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഈ വളർച്ചയുടെ ഘട്ടങ്ങൾ ശരിക്കും ശ്രദ്ധേയമാണല്ലേ? 1923 ശ്രീലങ്കയിൽ സിലോൺ പെന്തക്കോസ്റ്റൽ മിഷൻ എന്ന പേരിൽ ഒരു ചെറിയ തുടക്കം. പിന്നെയോ ഒരു 50കളൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. ചെന്നൈ ഒരു പ്രധാന കേന്ദ്രമായി മാറി. പിന്നീട് 70കളോടെ ദി പെന്തക്കോസ്റ്റൽ മിഷൻ, അതായത് TPM എന്ന പേരിൽ ലോകമെമ്പാടും ശാഖകളുള്ള ഒരു വലിയ പ്രസ്ഥാനമായി അത് രൂപാന്തരപ്പെട്ടു. തുടങ്ങിയത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണെങ്കിലും ആ വിശ്വാസത്തിന്റെ തിരമാലകൾ അവിടെയൊന്നും ഒതുങ്ങി നിന്നില്ല. വളരെ പെട്ടെന്നാണത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നത്. 65ലധികം രാജ്യങ്ങൾ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഇത്രയധികം രാജ്യങ്ങളിൽ എത്തി നിൽക്കുന്നത്. അമേരിക്ക തൊട്ട് ഓസ്ട്രേലിയ വരെ, യൂറോപ്പ് മുതൽ ആഫ്രിക്ക വരെ, എല്ലായിടത്തും ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ശക്തമായൊരു സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇതൊരു വെറും കണക്കല്ല, അല്ലേ? അവരുടെ ആ ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണത്. അവരുടെ പ്രവർത്തന മേഖലകൾ കണ്ടില്ലേ? ഏഷ്യയിലെ ഇന്ത്യയിലും മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ ശക്തമായ സാന്നിധ്യമുണ്ട്. അത് കടന്ന് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും, എന്തിന് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും വരെ എത്തി നിൽക്കുന്നു. ശരിക്കും ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് തന്നെ. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം മാത്രം അറിഞ്ഞാൽ പോരല്ലോ. എന്താണ് ഇവരെ ശരിക്കും വ്യത്യസ്തരാക്കുന്നത്? അവരുടെ വിശ്വാസത്തിന്റെയും ജീവിതരീതിയുടെയും കാതൽ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ TPMന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പെന്തക്കോസ്റ്റ് ദൈവശാസ്ത്രമാണ്. സിമ്പിളായി പറഞ്ഞാൽ, ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും വിശുദ്ധവും ലളിതവുമായൊരു ജീവിതം നയിക്കണമെന്നും അവർ വിശ്വസിക്കുന്നു. ഇത് വെറുമൊരു വിശ്വാസം എന്നതിലുപരി അതൊരു ജീവിത രീതിയാണവർക്ക്. ഈ പ്രസ്ഥാനത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് അവരുടെ പൂർണ്ണസമയ ശുശ്രൂഷകരുടെ ജീവിത രീതിയാണ്. 3 പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1. ജീവിതം കംപ്ലീറ്റായി ദൈവവേലയ്ക്കായി സമർപ്പിക്കുന്നു. 2. കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലാതെ ശുശ്രൂഷയിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു. 3. അവർ ഫെയ്ത്ത് ഹോമുകൾ എന്ന് വിളിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഈ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് അവരുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ല്. ഈ 3 വാക്കുകളിൽ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു രത്നച്ചുരുക്കമുണ്ട്: വിശുദ്ധി, അനുസരണം, ത്യാഗം. പേഴ്സണൽ ലൈഫിലും സഭാജീവിതത്തിലുമൊക്കെ ഈ 3 മൂല്യങ്ങൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശരി, ഇനി നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ TPM ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? എന്തൊക്കെയാണ് അവർക്ക് പാരമ്പര്യമായി കിട്ടിയതും അതുപോലെ ഇന്ന് അവർ നേരിടുന്ന വെല്ലുവിളികളും? ഇന്ന് TPMന്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്ന വലിയ കൺവെൻഷനുകളാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു 40% വരുന്നത്. അതോടൊപ്പം തന്നെ പ്രസിദ്ധീകരണങ്ങളും ബൈബിൾ സ്റ്റഡീസുമൊക്കെയായി ഒരു 30%. പിന്നെ കാലത്തിനനുസരിച്ച് അവരും മാറിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു 20% ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഏതൊരു വലിയ പ്രസ്ഥാനത്തെയും പോലെ TPMനും 2 വശങ്ങളുണ്ട്. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ത്യാഗത്തിലും സമ്പൂർണ്ണ സമർപ്പണത്തിലും അടിസ്ഥാനമിട്ട ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നൊരു ആത്മീയ ജീവിതം. പക്ഷേ മറ്റേ സൈഡിലോ കർശനമായ നിയമങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ശുശ്രൂഷകർക്ക് നിർബന്ധമാക്കിയ ആ ബ്രഹ്മചര്യത്തെക്കുറിച്ചുമൊക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.
അതായത് ചില മുൻ അംഗങ്ങളും പുറത്തുനിന്നുള്ള നിരീക്ഷകരും ഇതൊരു വലിയ ചർച്ചാവിഷയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ഈ ലോകത്ത് ത്യാഗത്തിനും സമ്പൂർണ്ണ സമർപ്പണത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു വിശ്വാസ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കും? പാരമ്പര്യത്തെ മുറുകെ പിടിച്ചവർ മുന്നോട്ടു പോകുമോ, അതോ കാലത്തിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ? നിങ്ങൾക്കെന്തു തോന്നുന്നു?